വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ബാലരമയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേജൊക്കെ നമ്മൾ രണ്ട് രീതിയിലല്ലേ മടക്കുന്ന കാണിച്ചേ. ഇപ്പം അതിൽ ഒരു ഫോൾഡിങ് മാത്രം എടുത്തിട്ട് നമ്മൾ ഒരു ക്രാഫ്റ്റ് കൂടെ ചെയ്യുവാണേ. അപ്പോൾ ഇതേ നോക്കിയേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മടക്കിയപ്പം ഒരെണ്ണം ഓൾട്ടർനേറ്റീവ് പേജായിട്ട് മടക്കിയില്ലേ. അപ്പം അതുപോലെ നമ്മളൊന്ന് ബാലരമയെല്ലാം ഒന്ന് മടക്കിയെടുക്കണം. നമ്മൾ 3 ബാലരമ തന്നെ ഇതിനും വേണം. അപ്പോൾ പഴയ ബാലരമയൊക്കെ ഉണ്ട്, ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ദേ മടക്കിയെടുക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നുള്ളവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 3 ബാലരമയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ നൂല് കൊണ്ട് അറ്റാച്ച് ചെയ്യണമെന്ന്. അപ്പോൾ അതിലൊരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞായിരുന്നു ഗ്ലൂ തേച്ചാൽ പോരേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഗ്ലൂ തേച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ കെട്ടുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഹാങ് ചെയ്തൊക്കെ ഇടണമെങ്കിൽ നമുക്കതൊരു ഹുക്ക് പോലെ വെക്കാം അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അത് കെട്ടുന്നതായിരിക്കുമല്ലോ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ തയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് ചെയ്താൽ മതിയാവും. നമ്മളതൊന്ന് 3 കൂടെ അറ്റാച്ച് ചെയ്തെടുക്കാൻ പോവാണേ. പിന്നെ ഇതിൻ്റെ അടിവശവും കൂടെ ഒന്ന് കെട്ടിയെടുക്കണം. പിന്നെ സെൻട്രൽ പോർഷൻ മാത്രം നമ്മൾ നോക്കിയെടുക്കുക എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ കറക്റ്റ് നടുക്കൂടെ ആകുമ്പോഴത്തേക്കും നല്ലതായിട്ട് ബാലൻസ് ചെയ്ത് നിന്നോളൂ. അല്ലെ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ ആ കെട്ടൊക്കെ ഇങ്ങനെ ചരിഞ്ഞ് പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ പോർഷൻ തന്നെ നമ്മൾ എടുക്കണമെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ബാലരമയ്ക്കൊക്കെ ലീഫ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാപ്പൊക്കെ തോന്നുന്നത്. പണ്ടത്തെ ബാലരമയ്ക്കൊക്കെ കുറച്ചുകൂടെ കട്ടിയുണ്ടായിരുന്നു, കുറേ കൂടെ ലീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ താഴെ വശവും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതേ ഒരു കിളിക്കൂട് മോഡലൊക്കെ കിട്ടിയില്ലേ, രസമില്ലേ കാണാൻ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, താങ്ക് യു.